ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴം ഓഗസ്റ്റ് 14 കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉദിക്കും. ജൂലൈ 15 സൂര്യനുമായിട്ട് കൂടുതൽ അടുത്തു വന്ന കാരണം വ്യാഴത്തിന് സംഭവിച്ചിരിക്കുന്ന മൗഢ്യം അപ്പോൾ മുഴുവനായിട്ട് മാറിക്കിട്ടും. അപ്പോൾ വ്യാഴം കൂടുതൽ ഉച്ചത്തിലാവും, പറഞ്ഞാൽ ബലവാനാവും. ശുഭഗ്രഹങ്ങൾ ഉച്ചത്തിലാകുമ്പോൾ എല്ലാവർക്കും അത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. നിലവിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അറിവ്, ധനം, വിദ്യാഭ്യാസം, ഭാഗ്യം, സന്താനങ്ങൾ ഇവയുടെയൊക്കെ ഗ്രഹമായ വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിലാകുമ്പോൾ ഗജകേസരി യോഗം എന്ന രാജയോഗം കിട്ടും. ഭാഗ്യം വർദ്ധിക്കും, നല്ല ആത്മധൈര്യം ഉണ്ടാകും. തൊഴിൽ പുരോഗതി, ജോലിയിൽ പ്രൊമോഷൻ, ശമ്പള വർധനവിനൊക്കെ അനുകൂലമാണ്. അതുപോലെ മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാവും. ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. വീട്, വസ്തു, വാഹന ലാഭം ഉണ്ടാകും. ആഗ്രഹങ്ങൾ നടക്കും. ഗവൺമെന്റിൽ നിന്നൊക്കെ ഗുണങ്ങൾ കിട്ടും. കലാരംഗത്തെ മറ്റു മേഖലയിലുള്ളവർക്കൊക്കെ ഗുണഫലം വർദ്ധിക്കും. മുടങ്ങിയ ധനമൊക്കെ വന്നു ചേരും. കടബാധ്യതകൾ മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലുള്ള വ്യാഴം കൂടെ ഉച്ചത്തിലാണ്, ശുഭസ്ഥാനത്താണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം കിട്ടും. 12 രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് കിട്ടുക. ഏറ്റവും കൂടുതൽ ഭാഗ്യവും സാമ്പത്തിക നേട്ടവും കിട്ടുന്ന രാശിക്കാരും നക്ഷത്രക്കാരും ആരൊക്കെയാണെന്ന് നോക്കാം. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ. മിഥുനൻ രാശിക്കാരായ മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ. കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ. കന്നി രാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ. വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ. മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ. മീനൻ രാശിക്കാരായ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. ഇത്രയും രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴം ഓഗസ്റ്റ് 14 കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉദിക്കും. ജൂലൈ 15 സൂര്യനുമായിട്ട് കൂടുതൽ അടുത്തു വന്ന കാരണം വ്യാഴത്തിന് സംഭവിച്ചിരിക്കുന്ന മൗഢ്യം അപ്പോൾ മുഴുവനായിട്ട് മാറിക്കിട്ടും. അപ്പോൾ വ്യാഴം കൂടുതൽ ഉച്ചത്തിലാവും, പറഞ്ഞാൽ ബലവാനാവും. ശുഭഗ്രഹങ്ങൾ ഉച്ചത്തിലാകുമ്പോൾ എല്ലാവർക്കും അത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. നിലവിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അറിവ്, ധനം, വിദ്യാഭ്യാസം, ഭാഗ്യം, സന്താനങ്ങൾ ഇവയുടെയൊക്കെ ഗ്രഹമായ വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിലാകുമ്പോൾ ഗജകേസരി യോഗം എന്ന രാജയോഗം കിട്ടും. ഭാഗ്യം വർദ്ധിക്കും, നല്ല ആത്മധൈര്യം ഉണ്ടാകും. തൊഴിൽ പുരോഗതി, ജോലിയിൽ പ്രൊമോഷൻ, ശമ്പള വർധനവിനൊക്കെ അനുകൂലമാണ്. അതുപോലെ മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാവും. ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. വീട്, വസ്തു, വാഹന ലാഭം ഉണ്ടാകും. ആഗ്രഹങ്ങൾ നടക്കും. ഗവൺമെന്റിൽ നിന്നൊക്കെ ഗുണങ്ങൾ കിട്ടും. കലാരംഗത്തെ മറ്റു മേഖലയിലുള്ളവർക്കൊക്കെ ഗുണഫലം വർദ്ധിക്കും. മുടങ്ങിയ ധനമൊക്കെ വന്നു ചേരും. കടബാധ്യതകൾ മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലുള്ള വ്യാഴം കൂടെ ഉച്ചത്തിലാണ്, ശുഭസ്ഥാനത്താണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം കിട്ടും. 12 രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് കിട്ടുക.